ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ക്രൂസർ. ഇസ്മി ഷമ്മു. എല്ലാവർക്കും സുന്ദരനല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ കൊണ്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജയേഷ്. അപ്പോൾ അവൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കൊണ്ടൊരു പ്രത്യേകതരം മസാല ഒക്കെ ഉണ്ടാക്കി അവൻ ചെയ്തു തരുന്നതാണ്. അത് ഇതുവരെ എനിക്കൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞപ്പോൾ അവന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മളെ കൂടെ വന്ന് അവൻ കുക്ക് ചെയ്ത് തരും. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുകയും ചെയ്യാം. രണ്ടും നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് ചെയ്യുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ സലാലയിൽ ഏകദേശം 10 കിലോമീറ്റർ ഇപ്പുറമുള്ള ഐൻ ജാർസീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, കാണാം. അപ്പോൾ ജയേഷ് ബ്രോ എത്തിയിട്ടുണ്ട്, നമുക്ക് അവനെ പരിചയപ്പെടാം. സെൽഫ് ഇൻട്രൊഡ്യൂസ്. ഹായ്, ഞാൻ ജയേഷ്. അപ്പൊ അങ്ങനെ റെസിപ്പി പറഞ്ഞിരുന്ന ആളൊന്നുമല്ല, ഒരേ റിക്വസ്റ്റ് ചെയ്ത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പർ പറഞ്ഞുതരാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വലുതായിട്ട് കിട്ടുന്ന പുള്ളിയൊന്നുമല്ല. പുള്ളി ഇവിടെ സ്പെഷ്യൽ റെസിപ്പി ഒന്നും അല്ല, നമ്മുടെ സാധാരണ മസാല തന്നെയാണ്. അധികമാർക്ക് സ്പെഷ്യൽ ആണെന്ന് തോന്നിയതേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ അത്ര സ്പെഷ്യൽ ഒന്നും. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഒരുപാട് വർഷം കഴിച്ചത്, എന്റെ വീട്ടിൽ വൈഫൊക്കെ കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായം. അപ്പോ നാട്ടിലെ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു. നാട്ടിലെ എറണാകുളം തൃപ്പൂണിത്തുറയാണ് സ്ഥലം. നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് ചങ്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതാണ് ഇവിടെ ഉള്ള ആകെ. വർക്ക് ചെയ്യുന്നതിന് ഇവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ്. അതിന് പോകുന്നു. വലിയ പുള്ളിയാ, കോടീശ്വരനാണ്. അങ്ങനെയൊന്നുമല്ല, ഷിപ്പിംഗ് കമ്പനി. അപ്പൊ നമുക്ക് ഇനി കുക്കിംഗ് വീഡിയോയിലൊക്കെ എടുക്കാം. വാ. ഓക്കെ. അപ്പൊ ജയേഷ് ബ്രോ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറ. നമ്മളിപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത്, കളറിന് വേണ്ടിയിട്ട്. ഓക്കെ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഓക്കെ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ എരിവിന്, പിന്നെ ചിക്കൻ മസാല അതൊരു 4 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഓയില്, മസാല. ഓയില് ഇപ്പൊ ഞാൻ ഇത് പുരട്ടാൻ നേരത്ത് കുറച്ച് ഓയില് ഒഴിച്ച് ചേർക്കും, പിന്നെ ബാക്കി വറുക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് കാണാം. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? അതെ. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് ഓയിൽ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതിലിപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, ഓയിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്തായാലും നമുക്ക് നമ്മളെ കരി കണലാകാൻ വേണ്ടി തന്നെ അരമണിക്കൂറാവും. ആ സമയം റെസ്റ്റ് ചെയ്യാം. അതെ, അന്നേരം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കാം. അപ്പൊ നമ്മളെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആള് വരുന്നുണ്ട്, ഷാഹിദ്. ആദ്യത്തെ അടുപ്പ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ചൂട് കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമൽ കല്ല് വെച്ചിട്ട് അടുപ്പൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ബ്രോ കേട്ടോ, അപ്പോൾ ബാക്കി നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ്. നമ്മളെ ഫ്രൈ ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ബ്രോ മാറ്റി. അടുത്തത് ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാം. നമുക്ക് സലാഡിൽ ചെറുനാരങ്ങ വീഴാം, അതുപോലെ ചിക്കനിൽ കുറച്ച്.
അപ്പോൾ നമ്മളെ ജയേഷ് ബ്രോൻ്റെ പേരിടാത്ത ചിക്കൻ ഫ്രൈയും ഗ്രില്ലും നമ്മൾ ടേസ്റ്റ് നോക്കാം. ഞാൻ ആദ്യം നോക്കുന്നത് ഫ്രൈ ചെയ്തതാണ്. അതിൻ്റെ ഈ മസാല പൊടിയും കൂടി കൂട്ടിയിട്ട് നോക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇത് തന്നെ പറയാം. ഒരു രക്ഷയില്ല, എല്ലാ പ്രാവശ്യത്തും പോലെ അടിപൊളി, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത്. നീ ഇതിനൊരു പേരിടും വേണം. പേര് നീ തന്നെ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. ഞാനൊരു കാര്യം ചെയ്യാം, ഗ്രില്ല് ചെയ്തും കൂടി ഒരു രക്ഷണം നോക്കട്ടെ. അത് ചൂടുണ്ട്. സൂപ്പർ. ഗ്രില്ല് ചെയ്ത ഓരോ ടേസ്റ്റ്, ഫ്രൈ ചെയ്ത് ഓരോ ടേസ്റ്റ്. താങ്ക് യു ജയേഷ് ബ്രോ. എങ്ങനെയുണ്ട് ടെസ്റ്റർ പറ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മളിന്ന് കുക്ക് ചെയ്ത സ്പോട്ടാണിത്. പ്രകൃതിയെ നമ്മളെ തന്നെ സംരക്ഷിക്കണം. അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്നുണ്ടാക്കിയ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.